ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, പുതിയൊരു പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 27-ാം തിരുവചനം. ഇതാ, നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും. യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തർക്കും മുൻപേ യാത്ര ചെയ്യുവാൻ, നിങ്ങൾക്ക് വഴി കാട്ടുവാൻ, നിങ്ങളുടെ യാത്ര അനുഗ്രഹമായി മാറുവാൻ, നിങ്ങളെ സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും. അവൻ നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി ഒരുക്കിത്തരും. ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ഒരു സഹായകനെ അയക്കും. അതേ സഹായകനാണ് നമ്മൾക്ക് മുമ്പേയുള്ള ദൂതനായി നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ, നിങ്ങളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ, നിങ്ങളുടെ കാലിടറാതെ സംരക്ഷിക്കുവാൻ, എല്ലാ സഹനങ്ങളിലും നിങ്ങളുടെ കൈപിടിച്ചുയർത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ വഴികാട്ടിയായ, നിങ്ങളുടെ എല്ലാമായ ദൂതൻ, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഒപ്പം നടക്കുമ്പോൾ, നിങ്ങൾക്ക് മുമ്പിലും പിൻപിലുമായി നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ, നിങ്ങൾ എവിടേക്കാണോ പോകേണ്ടത് ആ പോകുന്ന വഴികളിൽ നിനക്ക് മുൻപേ വഴിയൊരുക്കിക്കൊണ്ട് ആ ദൂതൻ നടക്കും. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. നിങ്ങൾക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയച്ച് വഴിയൊരുക്കിത്തരും. പ്രിയ മക്കളെ, ഒന്ന് ചിന്തിക്കേണ്ടത്, അപ്പോൾ നിങ്ങളാരാണ്? നിങ്ങൾക്ക് മുൻപേ പോയി വഴി ഒരുക്കി തന്ന് നിങ്ങളെ യാത്ര ചെയ്യിക്കണമെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങളെ കർത്താവ് പറഞ്ഞയക്കണമെങ്കിൽ നിങ്ങളാരാണ്? നമ്മൾക്കറിയാം, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ നമ്മുടെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പൈലറ്റ് വാഹനങ്ങൾ അവർക്ക് മുൻപേ പോയി വഴി വളരെ വ്യക്തമാക്കി ഒരുക്കി വയ്ക്കും. അവർ ഈ ഭൂമിയിലെ അധികാരികളാണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് യേശുക്രിസ്തു പറയുകയാണ്, നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും നിനക്ക് വേണ്ടി വഴി ഒരുക്കുവാൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് മുൻപേ യേശു എനിക്ക് വേണ്ടി നടന്നു പോകേണ്ട വഴിയിൽ ദൂതനെ മുൻപേ അയക്കും, പൈലറ്റായിട്ട് ദൂതനെ അയക്കും എന്ന് പറയുമ്പോൾ ഞാൻ യേശുവിൻ്റെ ആരാണ്? അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, പിതാവായ ദൈവം രാജാതിരാജനാണെന്ന്. എൻ്റെ അപ്പൻ രാജാവാണെങ്കിൽ ഞാൻ രാജകുമാരനും രാജകുമാരിയുമാണ്. അത്രയും വിശിഷ്ടമായ സ്ഥാനത്ത് നിങ്ങളെ പിതാവായ ദൈവവും യേശുക്രിസ്തുവും നിർത്തിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ എങ്ങോട്ട് യാത്ര തിരിക്കണേലും നിങ്ങൾക്ക് മുൻപേ ഞാൻ ദൂതനെ അയച്ച് നിങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കിത്തരും. വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കുക. കർത്താവേ, ഞാൻ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം എനിക്ക് മുൻപ് അങ്ങ് ദൂതനെ അയച്ച് എൻ്റെ പാത സുരക്ഷിതമാക്കി തരുന്നതിനെ ഓർത്ത്, കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ എപ്പോഴും സുരക്ഷിതനായിരിക്കുന്നതിനെ ഓർത്ത്, കർത്താവിൻ്റെ കണ്ണുകൾ എന്നെ നോക്കിയിരിക്കുന്നതിനെ ഓർത്ത്, ദൈവമേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇനി ഒന്നിനെയും ഭയപ്പെടുകയില്ല. കർത്താവ് എനിക്ക് വേണ്ട സംരക്ഷണം തരുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് ഇന്നത്തെ ദിവസം
ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അനുഗ്രഹമായി ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.